ലാപ്രോസ്കോപ്പിക് സർജറി അഥവാ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, അല്ലെങ്കിൽ അതിന് മിനിമൽ ഇൻവേസീവ് സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ കണ്ടമാന ഡൗട്ട്സ് ഉണ്ട്, കുറേ തെറ്റിദ്ധാരണകളുണ്ട്. നമുക്കിന്നതിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ആദ്യമായിട്ട് ആക്ച്വലി ഏതാണ് നല്ലത്? താക്കോൽ ദ്വാര ശസ്ത്രക്രിയയാണോ അല്ല ഓപ്പൺ സർജറി ആണോ നല്ലത്? രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ ഏതാണ് നല്ലത് എന്ന് ചിന്തിച്ച് തലമുണ്ടാക്കുന്നതിന് പകരം ഈ സന്ദർഭത്തിന് ഏത് സർജറി ആയിരിക്കും നല്ലത് എന്നാലോചിച്ച് അതിനനുസരിച്ച് പ്രൊസീഡ് ചെയ്യുന്നതായിരിക്കും. സർ, 2 ഉദാഹരണങ്ങൾ തരാം. ഇപ്പോൾ ഒരു പിത്തസഞ്ചി എടുത്ത് മാറ്റുന്ന സർജറിയുടെ പേരാണ് കോളിസിസ്റ്റക്ടമി. അത് ഓപ്പണായി ചെയ്യുമ്പോൾ വലിയൊരു മുറിവുണ്ടാകും വയറിൻ്റെ മുകളിൽ. താക്കോൽ ദ്വാരം വഴി ചെയ്യുമ്പോൾ ആ മുറിവുകൾ കാണാൻ പോലും പറ്റില്ല. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് അതിൽ നിന്ന് റിക്കവറി താക്കോൽ ദ്വാരം വഴി ചെയ്യുമ്പോൾ വളരെ പെട്ടെന്നായിരിക്കും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ സർജറി ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ താക്കോൽ ദ്വാരം വഴി മാത്രമാണ് ചെയ്യാറുള്ളത്. അങ്ങനെ താക്കോൽ ദ്വാരം വഴി ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങളിൽ മാത്രമാണ് അതിപ്പോൾ ഓപ്പണായിട്ട് ചെയ്യാറുള്ളൂ. പ്രായം കൂടിയവർക്ക് ചെയ്യാൻ അതിൻ്റേതായ ഭയങ്കര റിസ്ക് ഉണ്ട്, അതിൻ്റെ റിസൾട്ട് മോശമാണെന്ന് കേൾക്കുന്നുണ്ട്. അത് സത്യമാണോ? പ്രായത്തിൻ്റെ പ്രശ്നം അതിൽ വരുന്നില്ല. ഈ പ്രായമായവർക്ക് ശ്വാസകോശപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഴുവനായിട്ട് മയക്കാൻ പറ്റില്ല. മുഴുവനായിട്ട് മയക്കാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ അത് റിസ്ക് കൂടിയൊരു ഓപ്പറേഷനായി മാറുന്നതായിരിക്കും. സാമാന്യ വലിയൊരു ട്യൂമർ അല്ലെങ്കിൽ വലിയൊരു മുഴ, ഇത് ഈ താക്കോൽ ദ്വാരത്തിൽ കൂടെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്തെടുക്കാൻ കഴിയുമോ? ഇന്നത്തെ കാലത്ത് പറ്റും. ഇന്ന് നമ്മൾക്ക് റോബോട്ടിക് സർജറി ഉണ്ട്, റോബോട്ട് അസിസ്റ്റഡ് താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളുണ്ട്, ഹാൻഡ് അസിസ്റ്റഡ് താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളുണ്ട്. അപ്പോൾ വലിയ ട്യൂമേഴ്സ് എല്ലാം താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വഴി നമ്മൾ എടുത്തു മാറ്റാറുണ്ട്. ഒരു താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് വയറിലാണ് നടക്കുന്നതെങ്കിൽ എത്ര ദ്വാരങ്ങളുണ്ടാകും? സാധാരണ രീതിയിൽ ശസ്ത്രക്രിയയൊക്കെ അനുസരിച്ച് ദ്വാരങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം വരാം. സാധാരണ രീതിയിൽ 3 ദ്വാരങ്ങളാണ് ഉണ്ടാക്കുക. ഒന്നൊരു ക്യാമറയ്ക്കും മറ്റേത് 2 ഇൻസ്ട്രുമെൻറ്റ്സ് ഉള്ളിലിടാനായിട്ടും. അങ്ങനെ 3 സുഷിരങ്ങളാണ് ഉണ്ടാവാറ്. നമ്മൾ ശ്വാസം വിടുന്നതിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോലത്തെ ഒരു ഗ്യാസ് തന്നെയാണ്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് തന്നെയാണ് ഈ സർജറിയിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ബോഡിയിൽ ഈ സർജറിക്ക് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? അങ്ങനെ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. സാധാരണ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് നമ്മൾ ഉപയോഗിക്കുന്നത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് നമ്മൾ വയറിൻ്റെ ഉള്ളിൽ സ്ഥലം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉള്ളിലുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് വയറിൻ്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ് ചെയ്യുക. പക്ഷേ അത് നമ്മുടെ രക്തവുമായിട്ട് കലർന്ന് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് അല്പസമയത്തിനുള്ളിൽ തന്നെ രക്തവുമായി കലർന്ന് അത് നമ്മൾ ശ്വാസം വിടുന്നതിലൂടെ തന്നെ പുറത്ത് പോകുന്നതാണ്. പക്ഷേ അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് ചില ആൾക്കാർക്ക് ഷോൾഡറിൻ്റെ മുകളിൽ ചെറിയ വേദന പോലെ അനുഭവപ്പെടാറുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇല്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ വേദനയുടെ മരുന്നുകൾ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ വേദന കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതായിരിക്കും. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നും അങ്ങനെ സാധാരണയായിട്ട് ഉണ്ടാവാറില്ല. പ്രഗ്നൻ്റ് ആയ ഒരു ലേഡി, അവർക്ക് ലാപ്രോസ്കോപ്പിക് സർജറി അത് സേഫാണോ? സർജൻ്റെ എക്സ്പെർട്ടീസിനനുസരിച്ചിരിക്കും. സാധാരണ പ്രഗ്നൻസിയിൽ 2nd ട്രൈമസ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാപ്രോസ്കോപ്പി അഡ്വൈസിബിൾ അല്ല എന്നാണ് പറയാറ്. പക്ഷേ ഒരു എക്സ്പെർട്ട് സർജനാണെങ്കിൽ ലാപ്രോസ്കോപ്പി ആണ് പ്രഗ്നൻസിയിൽ ഈവൻ 3rd ട്രൈമസ്റ്ററിലും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓപ്പൺ സർജറിയേക്കാൾ നല്ലതും ലാപ്രോസ്കോപ്പി ആയിരിക്കും. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സാധാരണ ഓപ്പൺ സർജറിയേക്കാൾ കൂടുതൽ എക്സ്പെൻസീവ് ആണോ അല്ല ചീപ്പാണോ? സർജറി പെർ സെ എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം ഈ ലാപ്രോസ്കോപ്പിക് സർജറിക്ക് ഉപയോഗിക്കുന്ന സാധാരണ സർജറിക്ക് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് അല്ല നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ പെർ സെ സർജറി എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ ഈ സർജറി കഴിഞ്ഞാൽ 48 മുതൽ 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് പേഷ്യൻറ്റിന് വീട്ടിൽ പോകാൻ പറ്റും. അപ്പോൾ അയാൾക്ക് ജോലിക്ക് നേരത്തെ ജോയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ജോലിയിൽ ലീവ് എടുക്കുന്നത് മൂലമുണ്ടാകുന്ന വരുമാന നഷ്ടം എല്ലാം കുറവായിരിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ വേദനയും കുറവായിരിക്കും, മുറിവ് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതകൾ കുറവാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ലാപ്രോസ്കോപ്പിക് സർജറിയാണ് ഓപ്പൺ സർജറിയേക്കാളും. അടുത്തൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു സംശയം, ഈ ഹെർണിയ റിപ്പയർ ചെയ്യുന്നത് അത് ലാപ്രോസ്കോപ്പിക്കലി ആണോ അല്ല ഓപ്പണായിട്ട് ചെയ്യുന്നതാണോ നല്ലത്? ഇത് ഇപ്പോൾ ഒരു വലിയ ഡിസ്കഷൻ നടക്കുന്നൊരു ടോപ്പിക്കാണ്. ഹെർണിയ റിപ്പയർ നമ്മൾ സാധാരണ പറയുന്നത് 2 സൈഡിലും ഹെർണിയ ഉണ്ടെങ്കിൽ ഈ ലാപ്രോസ്കോപ്പിയിലൂടെ ഒരു സൈഡിൽ ചെയ്യുന്ന അതേ സുഷിരങ്ങൾ ഇട്ട് തന്നെ 2 സൈഡിൽ ഹെർണിയ ചെയ്യാൻ പറ്റും. മാത്രമല്ല വയറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളതും ലാപ്രോസ്കോപ്പിയിൽ കാണാൻ പറ്റും. ഓപ്പണായിട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഓരോ സൈഡിലും
മുറിവുണ്ടാക്കി ചെയ്യേണ്ടി വരും. പക്ഷേ മയക്കം കൊടുക്കുന്നത് ആ നട്ടെല്ലിന് കുത്തി മരവിപ്പിച്ച് ആ ഭാഗം മാത്രം മരവിപ്പിച്ച് നമുക്ക് ഓപ്പൺ സർജറി ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ യൂഷ്വലി നമ്മൾ ഓരോ പേഷ്യൻറ്റിനനുസരിച്ചും ആണ് ഡിസിഷൻസ് എടുക്കുക. ഒരു സർജറി വേണ്ട ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഓപ്പൺ സർജറിയാണ് ലാപ്രോസ്കോപ്പിക് സർജറിയേക്കാൾ നല്ലത് എന്ന് പറയുന്നു. അത് ശരിയാണോ? അല്ല, ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുവിധം എമർജൻസി സർജറികളെല്ലാം താക്കോൽദ്വാരം വഴി ചെയ്യാറുണ്ട്. ലൈക്ക് അപ്പൻഡിക്സ് എടുത്ത് കളയുന്ന സർജറി ആണെങ്കിലും പിത്തസഞ്ചി എടുത്ത് കളയുന്ന സർജറി ആണെങ്കിലും ഈവൻ ആമാശയത്തിൽ തുള വീണിട്ട് അതിന് ചെയ്യുന്ന നമ്മൾ സർജറികളാണെങ്കിലും നമ്മൾക്കിപ്പോൾ ലാപ്രോസ്കോപ്പി വഴി കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. ഒരു ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുമ്പോൾ എപ്പോഴും ഡോക്ടേഴ്സ് അത് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ അത് ചിലപ്പോൾ ഓപ്പൺ സർജറി ആയിട്ട് കൺവേർട്ട് ചെയ്യും എന്നുള്ളൊരു കൺസെൻറ്റ് എടുക്കാറുണ്ട്. ഇത് എത്ര ശതമാനത്തോളം അങ്ങനെ നടക്കാറുണ്ട്? ഇപ്പോഴും ഈ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത് ഒരു വിർച്വൽ സർജറിയാണ്. നമ്മൾക്ക് ഈ അവയവങ്ങൾ ഫീൽ ചെയ്യാൻ പറ്റില്ല. ലാപ്രോസ്കോപ്പി വഴി ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് ചെയ്യുന്ന ആ ടാക്ടൈൽ സെൻസേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവില്ല ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ. അങ്ങനെ വരുമ്പോൾ ഈ ചില സന്ദർഭങ്ങളിൽ സർജറി പ്രോഗ്രസ് ചെയ്യാതിരിക്കുമ്പോൾ നല്ല സർജനാണെങ്കിൽ കൂടി ഓപ്പൺ സർജറി ആക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഓപ്പൺ സർജറി ആക്കുന്നത് കൊണ്ട് സർജന് കഴിവ് കുറയുന്നില്ല. അത് ഓപ്പൺ സർജറി ആക്കാനുള്ള ഡിസിഷൻ എടുക്കുന്നതും ഒരു സർജൻ്റെ കഴിവിൻ്റെ ഭാഗമായിട്ടുള്ളത് തന്നെയുള്ളതാണ്. അപ്പോൾ താക്കോൽദ്വാര സർജറി ഓപ്പൺ ആവുക എന്ന് പറയുന്നത് വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണ്. എപ്പോഴും നമുക്ക് താക്കോൽദ്വാര സർജറികളുടെ സമ്മതപത്രം ഒപ്പിടിയിക്കുമ്പോൾ എപ്പോഴും ഓപ്പൺ ആകാനുള്ള സാധ്യതകൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ കയറ്റുക.